ഒരു മോശം കമന്റ്, ഒരു വിമർശനം, ഒരു കളിയാക്കല് നിങ്ങളുടെ ഒരു ദിവസത്തെ തന്നെ തകർത്തിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് കേട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ തകർന്നു പോയ അവസ്ഥയുണ്ടോ? മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയികളായിട്ടുള്ള ആളുകൾ അവർ ലൈഫിൽ വിജയിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം ലഭിച്ചത് അപ്രീസിയേഷൻ അല്ല, വിമർശനമാണ്. മാങ്ങയുള്ള മാവിലെ ആദ്യം കല്ലെറിയൂ എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കാം. എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിമർശനങ്ങളെ എങ്ങനെ വിജയമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വിജയികളായിട്ടുള്ള ആളുകള് ഈ വിമർശനം കേട്ട് അങ്ങനെ നിൽക്കില്ല. അവര് കൂടുതൽ ശക്തമായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. എന്നാൽ പരാജിതരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വിമർശനം കേൾക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് വല്ലാത്തൊരു മോശം അവസ്ഥയിലേക്ക് പോകും. എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. വിമർശനങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വിമർശനം കേട്ട് വളരണോ അതോ തളരണോ എന്ന്. തളരണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ യെസ്, അത് തന്നെ സംഭവിക്കും. അതല്ല, ഈ വിമർശനങ്ങളെയും മറികടന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും, വളരും, വിജയിക്കും എന്നുള്ള ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കും. ടീച്ചർമാ ഒരു കഥ പറഞ്ഞുതരാം മക്കളെ. അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തില് തൻ്റെ വില്ല് താഴെ വെച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന്. ഞാൻ എൻ്റെ ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തു പറയും? അപ്പോൾ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്, നീ മറ്റുള്ളവരെന്തു പറയും, ലോകം എന്തു പറയും എന്നതിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നീ ഫോക്കസ് ചെയ്യേണ്ടത് നിന്റെ ധർമ്മത്തിലേക്കാണ്. നിന്റെ ആ ധർമ്മം നീ ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. അർജുനൻ ലോകം എന്തു പറയും എന്നുള്ള ചിന്തയും തൻ്റെ ഉള്ളിലെ ഭയത്തെയും മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. വിമർശനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ വിമർശനങ്ങളും സത്യമല്ല. ചില വിമർശനങ്ങൾ ആളുകളുടെ അസൂയയിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ്, ചിലത് ചില ആളുകളുടെ ഭയത്തിൽ നിന്നും. അപ്പോൾ നമ്മളെല്ലാം കാര്യമായി എടുക്കേണ്ടതില്ല. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില വിമർശനങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും. ചില ആളുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരും. ഇതിനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, യെസ്, ഈ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള വിമർശനങ്ങൾ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി എത്ര നന്മ പ്രവൃത്തി ചെയ്താലും അത് ആർക്കെങ്കിലും ഒക്കെ അസന്തുഷ്ടി ഉണ്ടാക്കും. എല്ലാ മനുഷ്യരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ പോസിറ്റീവായിട്ട് സ്വീകരിക്കണം, നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാര്യം പല മനുഷ്യർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, വിമർശനത്തെ നിങ്ങൾ നിങ്ങളുടെ ഇന്ധനമാക്കി മാറ്റുക. ഈ വിമർശനങ്ങൾ ഓർക്കുമ്പോൾ തന്നെ തളർന്നിരിക്കാതെ എനിക്കിനിയും മുന്നോട്ട് പോകണം, എനിക്കിനിയും വിജയിക്കണം, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, അത് നേടിയെടുക്കണം എന്നുള്ള അടങ്ങാത്തൊരു ബേണിംഗ് ഡിസയർ ഉള്ള വ്യക്തിക്ക് മാത്രമേ വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കാനായിട്ട് പല കാര്യങ്ങളും വരും. നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മനസ്സ് ആകെ തളർന്ന് വിഷമിച്ച് വേദനയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താനുള്ള സമയം കൂടുതലെടുക്കും. അപ്പോൾ എപ്പോഴും ഗോൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാര്യം ഇന്ന് ലോകത്തിൽ പലർക്കും ലക്ഷ്യങ്ങൾ പോലുമില്ല.
ലക്ഷ്യങ്ങളില്ലാത്ത ആളുകൾ കാണിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും തകർക്കാതെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. മക്കളെ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ആരെങ്കിലും ഒക്കെ പറഞ്ഞ വിമർശനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേദനയായി കിടക്കുന്നുണ്ടോ? നിങ്ങൾ അതൊക്കെ എഴുതി വെക്കൂ. ഇപ്പം ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കാണും, നിനക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്ത് കാണിക്കണം, നിന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു നല്ല മണി പോലെ സംസാരിക്കണം, അല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ച് കാണിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിമർശനങ്ങളൊക്കെ നമ്മളെ തളർത്താനല്ല, നമ്മളെ വിജയിയാക്കാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു അമ്പ് എയ്യുന്നതിന് മുമ്പ് അതിനെ നമ്മളൊന്ന് പുറകോട്ട് വലിച്ചതിന് ശേഷമാണ് ആ അമ്പ് മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ ഈ വിമർശനങ്ങളൊക്കെ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ ഏത് വിമർശനങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ലൈഫ് അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നമുക്ക് അനുകൂലമായി വരണമെന്നില്ല. മോശം സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കരുത്തരാകുന്നത്. അപ്പൊ എൻ്റെ മക്കള് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക, നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ഓഗസ്റ്റ് 7-ാം തീയതി വരെ നമുക്ക് സിൽവർ ക്ലാസ്സിൽ അഡ്മിഷൻ ഉണ്ട്. ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് 9567274997 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് വെറുമൊരു മോട്ടിവേഷണൽ ക്ലാസ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ മാസം മുതൽ പുതിയ രൂപത്തിലാണ് സിൽവർ ക്ലാസ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് ദിവസവും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ക്ലാസ്സിന്റെ ഭാഗമായി അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് 360 ഡിഗ്രി ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നല്ല പുഞ്ചിരിയോടെ ഇരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനസ്സനുസരിക്കുന്നത്. എനിക്ക് സന്തോഷമായിരിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. ഈ വിജയിക്കണം എന്നുള്ള അടങ്ങാത്ത ത്വര നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.